എപ്പോഴാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം? അസസ്മെന്റ് ഇയർ 2024-25 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോമുകളെല്ലാം ഇപ്പോൾ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓഡിറ്റ് ഇല്ലാത്തവരുടെ ഒറിജിനൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ഓഡിറ്റ് ഉള്ളവരുടെ കേസ് അത് ഒക്ടോബർ 31 ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം 1 കോടി രൂപയ്ക്ക് മുകളിലുള്ളവർക്കോ അതല്ല പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ അത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്കോ നിർബന്ധമായും ഓഡിറ്റ് ആവശ്യമാണ്. അവരാണ് ഓഡിറ്റഡ് കേസിലുള്ള ആളുകൾ. അവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഒക്ടോബർ 31. അല്ലാത്ത എല്ലാവർക്കും ഫൈൻ ഇല്ലാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ജൂലൈ 31 വരെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എപ്പോഴാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം? എന്റെ അഭിപ്രായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂൺ മാസം തുടങ്ങിയതിന് ശേഷം, അതായത് മെയ് 31 ശേഷമാണ്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട ഫോമുകളുമായി കമ്പയർ ചെയ്തിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേൺ അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് ഒന്ന് 26IS, പിന്നെ AIS, TIS. ഈ ഫോമുകളൊക്കെ കൃത്യമായി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് മെയ് 31 ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ മെയ് മാസത്തിലൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫയൽ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നേരത്തെ റീഫണ്ട് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായ രീതിയിൽ ഒരു റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടാത്ത രീതിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ജൂൺ 1 ശേഷം ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സാലറിയുടെ ഇൻകം ഉള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇൻകത്തെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പൊ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തയ്യാറായിരിക്കും. എന്നാൽ ഇവരിൽ പലർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും, ഷെയർ ട്രേഡിംഗ് ഉണ്ടാവുമായിരിക്കാം, അതുപോലെ ഡിവിഡൻഡുകൾ കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള അതർ സോഴ്സ് ഓഫ് ഇൻകങ്ങളെല്ലാം സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് മെയ് 31 ശേഷം ആയതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇനാക്യുറേറ്റ് ആയിട്ടുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സ്ഥാപനങ്ങളുടെ TDS റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 31 ആയതുകൊണ്ട് തന്നെ മെയ് 31 ശേഷമായിരിക്കും നമ്മുടെ സൈറ്റിൽ 26IS, AIS, TIS ഒക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതുവരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു എന്ന് കരുതിയിട്ട് ഫയൽ ചെയ്തവർ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, സമയമുണ്ട്. ഇനി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ജൂൺ 1 ശേഷം ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്.